നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ ഈ ശനി മാറ്റത്തിനും വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിനും ശേഷമുള്ള രാഹുകേതുക്കളുടെ മാറ്റം എങ്ങനെയാണ് ഓരോ കൂറുകാരെയും അല്ലെങ്കിൽ ഓരോ നക്ഷത്രക്കാരെയും ബാധിക്കുക എന്നുള്ള കാര്യമാണ്. കാരണം ഈ 2025 എന്ന് പറയുന്നത് കുറേയേറെ ഗ്രഹമാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഭൂമിയെയും ജീവജാലങ്ങളെയും ഭൗമ പ്രവർത്തനങ്ങളെയെല്ലാം ബാധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആളുകളുടെ സ്വഭാവത്തെയും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയും ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഈ ഗ്രഹമാറ്റങ്ങൾ സ്വാധീനിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മിഥുനക്കൂറുകാർക്ക് ഈ ശനിമാറ്റത്തിനും വ്യാഴമാറ്റത്തിനും ശേഷമുള്ള രാഹുകേതുക്കളുടെ മാറ്റം എന്തെല്ലാം അനുഭവങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് നോക്കാനുള്ളത്. മിഥുനക്കൂറി വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ, ആദ്യത്തെ 3/4 ഭാഗം. അപ്പോൾ ഈ മിഥുനക്കൂറുകാർക്ക് രാഹു 10ാം ഭാവത്തിൽ നിന്ന് 9ലേക്കും കേതു 4ൽ നിന്ന് 3ലേക്കുമാണ് സഞ്ചരിക്കുന്നത്. അതായത് മീനത്തിൽ നിന്ന് രാഹു കുംഭത്തിലേക്ക് പുറകോട്ട് നീങ്ങി, കന്നിയിൽ നിന്ന് കേതു പുറകോട്ട് നീങ്ങി ചിങ്ങൻ രാശിയിൽ എത്തി. ഇപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞ ചൊവ്വയുമായിട്ട് ചേർന്നാണ് കേതു നിൽക്കുന്നത്. അപ്പോൾ ഈ രാഹു കേതുക്കളുടെ സ്ഥിതി കൊണ്ട് സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുന്നത്. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുന്നത്. മാത്രമല്ല, നമ്മൾ ശനിയുടെയും വ്യാഴത്തിൻ്റെയും പൊസിഷനും കൂടെ ഇവിടെ നോക്കണം. വ്യാഴമാണെങ്കിൽ ശുഭഗ്രഹമാണ് വ്യാഴം എങ്കിൽ പോലും ജന്മക്കൂറിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് മിഥുനക്കൂറുകാർക്ക്. അപ്പോൾ ഈ വ്യാഴം ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന കാലത്തെ ഫലദീപിയെ പറഞ്ഞിട്ടുണ്ട്. ജീവേ ജന്മനി ദേശനിർഗമനം അപ്യർത്ഥച്യുതീം. അതായത് ദേശം വിട്ടു പോകേണ്ടി വരും, പൈസയും പോകും. ഇതാണ് ജന്മക്കൂറിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്തെ ഫലം. ശനിയാണെങ്കിലോ കർമ്മഭാവമാണ്, 10ാം ഭാവത്തിലാണ്. കർമ്മഭാവമായ 10ാം ഭാവത്തിൽ മീനത്തിൽ കൂടെയാണ് ശനി സഞ്ചരിക്കുന്നത്. മാത്രമല്ല, ഈ ശനി അവിടെ സഞ്ചരിക്കുമ്പോൾ പല വിധത്തിലുള്ള കലഹം, ബന്ധുജന വിരോധം ഇതിനൊക്കെ ഇരയാകേണ്ടി വരുന്ന സമയവും ആണ്. മീനത്തിലായതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ശനിയും വ്യാഴവും സമഗ്രഹങ്ങളായതുകൊണ്ട് വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശിയിൽ കൂടെ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് കലഹത്തിനൊക്കെ ഒരല്പം ഇളവ് വരും. പക്ഷേ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ബന്ധുക്കളുമായിട്ടോ ഒരുപക്ഷെ സഹോദരങ്ങളുമായിട്ട് പോലും കലഹങ്ങൾ ഉണ്ടായേക്കാം. ബിസിനസ്സിൽ ലാഭം കുറയാനും ജോലി സംബന്ധമായിട്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനും ശനിയുടെ ഈ സ്ഥിതി കാരണമാകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ അതാണ്. 10ൽ ശനി എന്ന് പറഞ്ഞാൽ കണ്ടകശനിയാണല്ലോ. 1, 4, 7, 10 കണ്ടക ഭാവങ്ങളിൽ ശനി വന്നാൽ കണ്ടകശനിയാണ്. അപ്പം ആ ഒരു പ്രശ്നം മിഥുന രാശിക്കാർക്ക്, മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകും. മകയിരം, തിരുവാതിര, പുണർദം. അതോടൊപ്പമാണ് ഈ രാഹുകേതുക്കളുടെ മാറ്റങ്ങളും വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സമയത്ത് സ്മൂത്തായിട്ട് പോയിരുന്ന പല കാര്യങ്ങൾക്കും ചെറിയ ഒരു കടിഞ്ഞാണിട്ട പോലെ പെട്ടെന്ന് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ പലപ്പോഴും അനുഭവപ്പെടും. വളരെ സ്മൂത്തായിട്ടും ഹാപ്പിയായിട്ടും വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകൾക്ക് ചില കാര്യങ്ങളിൽ ഒരു തടസ്സം വരുന്ന പോലെ, അതായത് ഈ വണ്ടിയുടെ ബ്രേക്ക് ടയറിലോട്ട് ആഞ്ഞു പിടിച്ചാൽ എന്താണോ ഉണ്ടാകുന്നത്, മുന്നോട്ട് കറങ്ങുന്നുണ്ട് പക്ഷേ നീങ്ങുന്നില്ല എന്നുള്ള, ടയർ കറങ്ങുന്നുണ്ട് പതുക്കെ നിന്ന് ഒരഞ്ഞാണ് പോകുന്നത്. ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് പല കാര്യങ്ങളും അനുഭവപ്പെടുന്നത്. ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ബന്ധങ്ങളിലാണെങ്കിലും ഒക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാകും. എങ്കിലും ചില ആശ്വാസങ്ങളുണ്ട്. ഈ 10ാം ഭാവത്തിലായിരുന്നല്ലോ രാഹു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. തൊഴിലിൻ്റെ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ ഭാവത്തിലാണ് രാഹു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അത് പുറകോട്ട് 9ാം ഭാവത്തിലോട്ട് വന്നു. അപ്പോൾ കർമ്മഭാവത്തിൽ ഒരല്പം രാഹുവിൻ്റെ ശല്യം കൊണ്ടുള്ള ആ പ്രശ്നം ഉണ്ടാകുന്നില്ല. 10ലെ രാഹു എന്ന് പറയുന്ന അവസ്ഥ മാറിയിട്ട് കുറച്ച് ആശ്വാസം ഉണ്ടാകും. അപ്പോൾ ജോലി സ്ഥലത്ത് ഈ മേലധികാരിയുമായിട്ടുണ്ടായിരുന്ന ചില ടഗ് ഓഫ് വാർ ഉണ്ടല്ലോ, അത് യുദ്ധം, മേലധികാരി ആയിട്ട് അയാളുടെ അഭിപ്രായമായിട്ട് ചേരാൻ പറ്റാതെ വരുന്ന ചില സന്ദർഭങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരല്പം കുറവുണ്ടാകും. ഒരു ധാരണയിൽ മുന്നോട്ട് പോകും. സഹപ്രവർത്തകരുമായിട്ട് എന്തെങ്കിലും
സ്വരച്ചേർച്ചക്കുറവ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് മൊത്തത്തിൽ അന്തരീക്ഷം ഒന്ന് സുഗമമാകും. ഒന്നുകിൽ നമ്മളിപ്പോൾ നിലവിലുള്ള ഓഫീസ് തന്നെ അങ്ങനെ സുഗമമാകും, അല്ലെങ്കിൽ നമുക്കോ ഈ പ്രശ്നം നമ്മളുമായിട്ട് പ്രശ്നമുള്ള ആളിനോ ഒരു സ്ഥലം മാറ്റം ഉണ്ടായിട്ട് അതങ്ങ് സോൾവ് ആകും. അപ്പോൾ അങ്ങനെയുള്ള ചില ആശ്വാസങ്ങൾ ഇപ്പോഴും ഉണ്ടാകും. പക്ഷേ ഭാഗ്യസ്ഥാനത്തേക്ക് 9ലേക്കാണ് രാഹു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗ്യഭാവത്തിലേക്ക് ക്രൂരഗ്രഹമായ രാഹു വന്നതുകൊണ്ട് ഭാഗ്യത്തിനാണ് കുറവുണ്ടാകുന്നത്. ഭാഗ്യഭ്രംശം എന്നാണ് അതിൻ്റെ ഫലം. എന്നാൽ രാഹു 9ലോട്ട് വരുമ്പം പരിപൂർണമായിട്ടും ദോഷമാണോ എന്ന് ചോദിച്ചാൽ ചില ഗുണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. പെട്ടെന്നുള്ള ചില ധനലാഭങ്ങൾ, ചില വസ്തുക്കളോട്, ലഹരി വസ്തുക്കളോടുള്ള ചില താല്പര്യങ്ങൾ അത് കിട്ടാനായിട്ട് ഇടയാകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഈ രാഹു ക്രൂരഗ്രഹവുമാണ്, വിഷം വമിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. ഗ്രഹമല്ല, ശരിക്കും നിഴൽ ഗ്രഹമാണ്. പക്ഷേ വലിയ സ്വാധീനം പ്രകൃതിയിലും മനുഷ്യരിലും ചെലുത്താൻ കഴിയുന്ന ഒരു പോയിൻ്റാണ് ഈ രാഹുവും കേതുവും എന്ന് പറയുന്നത്. ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഭ്രമണപഥങ്ങൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 2 ബിന്ദുക്കളാണ് രാഹുവും കേതുവും. പക്ഷേ അവയുടെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ശരിക്കും മനുഷ്യരെയൊക്കെ സ്വാധീനിക്കുന്നത്, നിങ്ങൾക്ക് ശരിക്കും ഈ ജ്യോതിഷം അല്പം ഒന്ന് ബുദ്ധിമുട്ടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ ഈ രാഹുവും കേതുവും ഒക്കെ സ്വാധീനം ചെലുത്തുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഭാഗ്യഭാവത്തിലേക്ക് രാഹു വന്നിട്ടുള്ളത് കൊണ്ട് എന്തെല്ലാം സൂക്ഷിക്കണം? വിലപ്പെട്ട ചില വസ്തുക്കൾ നഷ്ടപ്പെടാനിടയുണ്ട്. പൈസയോ ആഭരണങ്ങളോ അങ്ങനെയുള്ളതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട്, വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. അതായത് പിന്നെ എവിടെയെങ്കിലും വെച്ച് ഈ ആഭരണപ്പെട്ടിയൊക്കെ തുറക്കുകയാണെങ്കിലേ നല്ല കാണാവുന്ന സ്ഥലത്ത് വെച്ചേ തുറക്കാവുള്ളൂ. പ്രകാശം ഇല്ലാത്തിടത്തും ഇരുട്ടുള്ളിടത്തും അല്ലെങ്കിൽ ഇടുങ്ങിയ സ്ഥലത്തൊക്കെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഇപ്പം സ്വർണത്തിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ വളരെ കൂടി നിൽക്കുന്നതുകൊണ്ട് ചെറിയൊരു പീസ് പോയാൽ പോലും ലക്ഷങ്ങളുടെ നഷ്ടം വരുന്ന അവസ്ഥയാണ്. അപ്പോൾ വിലപ്പെട്ട വസ്തുക്കളൊക്കെ വളരെ സൂക്ഷിക്കണം. പണം വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കണം. പണം 2 രീതിയിലാണ്. ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ മോഷണം പോകുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് എങ്ങനെയാണ്? പണം ചിലവായി പോകും. നമ്മൾ പ്രതീക്ഷിക്കാതെ പണം ചിലവായി പോകും. അപ്പോൾ എന്താണെങ്കിലും ചിലവാക്കുന്ന പണത്തിന് കണക്കും വെക്കണം. എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ പണവും ആഭരണങ്ങളും നന്നായിട്ട് സൂക്ഷിക്കുകയും വേണം. പ്രത്യേകിച്ച് യാത്രകളിൽ വളരെ സൂക്ഷിക്കണം. പിന്നെ മറ്റൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത് 9ൽ രാഹു ഹാനി നൽകും. ഫലദീപിക പറയുന്നത് ഹാനി എന്നാണ് 9ൽ രാഹു വരുമ്പോൾ. അപ്പോൾ ആ ഹാനി എന്ന് പറയുന്നത് എന്താണ്? ഹാനി എന്ന് പറഞ്ഞാൽ നഷ്ടം, അല്ലെങ്കിൽ അപമാനം എന്നൊക്കെ നമുക്ക് പറയാം. ഒരു നല്ല സുഹൃത്തിൻ്റെ നഷ്ടമാകാം, നമ്മളുമായിട്ട് അടുപ്പമുണ്ടായിരുന്നൊരു ബന്ധുവിൻ്റെ നഷ്ടമാകാം. അവർ ജീവൻ വെടിഞ്ഞു പോകണമെന്നല്ല, ചിലപ്പം നമ്മളുമായിട്ട് അകന്നു പോവുകയും ചെയ്യാം. അതൊക്കെ പക്ഷേ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു സുഹൃത്തിൻ്റെയോ ബന്ധുവിൻ്റെയോ ഒരു വേർപാട് വന്നു കഴിഞ്ഞാൽ അത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അതും ഈ 9ൽ രാഹു നിൽക്കുമ്പോൾ സംഭവിക്കാം. പിന്നെ പിതാവിൻ്റെയും ഗുരുജനങ്ങളുടെയൊക്കെ വിരോധം നേടും എന്നാണ് പറയുന്നത് 9ൽ രാഹു വരുമ്പം. 9 എന്ന് പറഞ്ഞാൽ ഗുരുവിനെയും പിതാവിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണല്ലോ. ഭാഗ്യം, ധർമ്മം, ദയാപുണ്യം, തപസ്താത സുതാത്മജ, ദാനോപാസന, ശൗശീല്യ, ഗുരവോ നവമാദമി എന്നുള്ള ആ പ്രമാണപ്രകാരം ഗുരു പിതാവിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങോട്ട് രാഹു വരുമ്പം പിതാവുമായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, ഗുരുവുമായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഈ സമയത്ത്, ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പം പൊതുപ്രവർത്തന രംഗത്തോട്ടോ രാഷ്ട്രീയത്തിലോട്ടോ ഒക്കെ കൊണ്ടുവന്ന ആൾക്കാർ കാണും. അവർ ചിലപ്പം നമ്മളെ തള്ളിപ്പറയും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സീനിയറായിട്ടുള്ള ഒരാളിനോട് മോശമായിട്ട് സംസാരിക്കുന്ന സ്ഥിതി ഉണ്ടായേക്കാം. ഇതിലേത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് കരുതൽ വേണം പെരുമാറ്റത്തിലും സംസാരത്തിലും. പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, എത്രയൊക്കെ ആർക്കൊക്കെ സഹായം ചെയ്താലും മനസാക്ഷി ഇല്ലാത്തവൻ അല്ലെങ്കിൽ മനസാക്ഷി ഇല്ലാത്തവൾ എന്നുള്ള ഒരു ദുഷ്പേര് അവർ പറയുകയും ചെയ്യും. സഹായങ്ങളെല്ലാം സ്വീകരിച്ചേച്ച് നമ്മളെ കുറ്റപ്പെടുത്തും. മനസാക്ഷിയില്ല, നന്നായിട്ട് പെരുമാറിയില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ ഈ രാഹു 9ൽ വരുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങളാണ്. സമൂഹത്തിലൊരല്പം അംഗീകാരം കുറയും. മറ്റേപോലെയല്ല. കാരണം എന്താ വെച്ചാൽ, വ്യാഴവും ദോഷസ്ഥാനത്താണ്, ശനിയും കണ്ടകശനിയാണ്. അതോടൊപ്പമാണ് ഈ രാഹു ഭാഗ്യസ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമൂഹത്തിൽ അംഗീകാരം കുറയും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനാണ്, ഉള്ള കഴിവുകൾ ശരിയായിട്ട് വിനിയോഗിക്കണം.
ഇടയ്ക്കിടയ്ക്ക് അവസരങ്ങൾ ലഭിക്കും. ഞാൻ പറഞ്ഞില്ലേ, രാഹു പരിപൂർണമായിട്ട് 100% നമ്മളെ നശിപ്പിക്കുന്നൊരു ഗ്രഹമൊന്നുമല്ല. ശനിയും രാഹുവും ഒന്നുമല്ല. പാപഗ്രഹങ്ങളാണെങ്കിലും ഈ പാപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന ചില നല്ല അവസരങ്ങളുണ്ട്. അപ്പോൾ ഈ രാഹുവും 9 വരുമ്പോൾ ചില അവസരങ്ങൾ വരും. ആ അവസരം ശരിയായി വിനിയോഗിക്കണം, അത് നഷ്ടപ്പെടാതെ നോക്കണം. അപ്പോൾ നമുക്ക് ഒരു ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ച് പിന്നെ അപേക്ഷിക്കാതെ നിരാശപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ അതിലും നല്ലത് പുറകെ വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ പ്രതീക്ഷയോടെ ഇരുന്നതായിരിക്കില്ല ചിലപ്പോൾ കിട്ടുന്നത്. അതിലും നല്ലതൊരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആ ദുഃഖം അങ്ങ് മാറിയില്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചില ബന്ധുക്കളുടെയും മറ്റും പിന്തുണ ലഭിക്കും. അതൊരു ഗുണകരമായ കാര്യമാണ്. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനായിട്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക, മനോധൈര്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനൊക്കെ രാഹു സഹായിക്കും. മനോധൈര്യം വർദ്ധിപ്പിക്കാനും ആധി ഉണ്ടാക്കും. അത് രാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. അയ്യോ നാളെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ളൊരു ആധി ഉള്ളിലുണ്ടാകുമെങ്കിലും അറിയാമല്ലോ, നമുക്കിപ്പം ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ ആദ്യം നമ്മളെക്കാൾ വളരെ ശക്തനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഓടാൻ നോക്കും. പറ്റിയില്ലേ എന്ത് ചെയ്യും, നമ്മുടെ ജീവൻ പോകുന്നൊരു ഘട്ടം വന്നാൽ നമ്മൾ തിരിഞ്ഞ് ആക്രമിക്കുകയില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ രാഹു എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു കഴിവുകൂടെ തരും. നമുക്ക് ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് വരുമ്പം നമ്മൾ അടുത്ത ഒരു ധൈര്യപൂർവ്വം ഒരു സ്റ്റെപ്പ് വെച്ച് നമ്മളെ വിജയിപ്പിക്കാനായിട്ടും രാഹു സഹായിക്കും. അപ്പോൾ ആ മനോധൈര്യം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം കൂടെ രാഹുവിന് ഉണ്ട്, പ്രത്യേകിച്ച് 9 സഞ്ചരിക്കുമ്പോൾ. തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത് പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നത്തേക്ക് മാറ്റി വെക്കാതെ ഈ കാലം മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് വഴിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ തന്നെ അതങ്ങ് പരിഹരിക്കുക. നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നമ്മളങ്ങ് തിരുത്തുക. മറ്റേ ആളിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ സൗമ്യമായിട്ടത് പറഞ്ഞു കൊടുക്കുക. യുദ്ധത്തിനെ പോകരുത്. വഴക്കുണ്ടാക്കാനായിരിക്കും അയാൾ വരുന്നതെങ്കിലും നമ്മൾ ഒരല്പം ക്ഷമ പാലിക്കുക. എന്ന് വിചാരിച്ച് സത്യം പറഞ്ഞു കൊടുക്കരുതെന്നല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഏതൊരു സാഹചര്യത്തിലും വിവേകപൂർവ്വം പെരുമാറണം. ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ. ആത്മവിശ്വാസത്തോടെ മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ. പിന്നെ രാഹു 9 വരുമ്പോഴുള്ളൊരു ഗുണം എന്താണ്? പഴയ കാലത്ത് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നും ആദായം ലഭിക്കുന്നതാണ്. നേരത്തെ എടുത്തിട്ടുള്ള ഷെയറുകൾ ഏതെങ്കിലും കമ്പനികളുടെ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് നല്ല വിലയ്ക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ നേരത്തെ സ്വർണം വാങ്ങിച്ച് വെച്ചിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഈ സമയത്ത് നല്ല വിലയ്ക്ക് അത് വിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധിക്കും. പിന്നെ ഭൂമിയുടെ കാര്യത്തിൽ അത് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ശനി ദോഷസ്ഥാനത്താണല്ലോ നിൽക്കുന്നത്, കണ്ടകശനിയായിട്ടാണല്ലോ. അതുകൊണ്ട് ഭൂമിയിൽ നിന്നുള്ള ആദായം, ഭൂമി വിൽപ്പനയിലൂടെയുള്ള ധനലാഭം എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമല്ല. ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ നിക്ഷേപങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന്, അതായത് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ നിന്നും ഊഹക്കച്ചവടത്തിലൊക്കെ നേരത്തെ ഏർപ്പെട്ടിരുന്നവർക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പകർച്ചവ്യാധികൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. പകർച്ചവ്യാധികളുള്ള സ്ഥലത്തൊക്കെ പോകാതെ കരുതിയിരിക്കുക. വിലപിടിപ്പുള്ള രേഖകളും ആഭരണങ്ങളും പണവും കൃത്യമായിട്ട് നന്നായിട്ട് സൂക്ഷിക്കുക. നല്ല രീതിയിൽ വീട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും നല്ലപോലെ സൂക്ഷിക്കുക. അതാണ് ഏറ്റവും പ്രത്യേകമായിട്ട് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. വിലപ്പെട്ട വസ്തുക്കൾ, റെക്കോർഡുകൾ, ആധാരം ഒക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുക. ഇനി കേതുവിൻ്റെ മാറ്റം നോക്കുമ്പോൾ കേതു 3-ലേക്കാണല്ലോ വന്നിരിക്കുന്നത്. കേതു 4-ൽ നിന്ന് 3-ലേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് വളരെ അനുകൂലമാണ്. പാപഗ്രഹം എന്ന് പറയുന്നത്, പാപഗ്രഹങ്ങൾക്ക് 3, 6, 11 ഭാവങ്ങളൊക്കെ ഗുണകരമായിട്ടാണ് വരുന്നത്. അപ്പം കേതു 3-ൽ വരുന്നത് സഹോദരങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് സഹായിക്കും. നമ്മളെ കുറച്ച് പ്രയാസപ്പെടുത്തിയാലും ഇപ്പോൾ സഹോദരങ്ങൾക്ക് ഗുണം വരുന്നത് നമുക്ക് സന്തോഷമാണല്ലോ. അപ്പോൾ ആ സഹോദരങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കുറയും. വീട്ടിലെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കുറഞ്ഞു വരും. രമ്യമായിട്ടൊക്കെ പരിഹരിക്കാൻ സാധിക്കും. മനസുഖം ഉണ്ടാകും. അപ്പോൾ രാഹു മനസുഖം കുറച്ചാലും കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് കുറച്ച് മനസുഖമൊക്കെ ഉണ്ടാകും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മംഗളകർമ്മങ്ങളൊക്കെ ഈ സമയത്തും നടക്കും ജീവിതത്തിൽ. കാരണം ഒരു വീട്ടിലുള്ള, ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും ഈ അവസ്ഥയാകണമെന്നില്ല. എല്ലാവരും ഈ മിഥുനക്കുറുകാരാകണമെന്നില്ലല്ലോ. അപ്പോൾ നല്ല ഗ്രഹാവസ്ഥയുള്ളവരും കാണും. അപ്പോൾ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് മനസുഖമൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാൻ കഴിയും. അത് മുഖേനയും മനസുഖം ഉണ്ടാകും.
വീട്ടിലുള്ള പ്രായമായ രോഗഗ്രസ്തരായിട്ട് കിടക്കുന്നവർ, ബെഡ് റിഡണായിട്ട് കുറേ കാലമായിട്ട് ചികിത്സയിൽ കിടക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. ഒരുപക്ഷെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക്, അവരുടെ പ്രായം അനുകൂലമാണെങ്കിൽ സ്വന്തം കാര്യം ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് അവരെത്തിച്ചേരാനും സാധ്യതയുണ്ട്. ചികിത്സ ഫലിക്കും. പിന്നെ ഏജൻസി പ്രവർത്തനങ്ങളിൽ ഒരു പരിധിവരെയൊക്കെ വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കണം എന്നുള്ള ശക്തമായൊരു ബോധം ഉള്ളിൽ ഉണ്ടാകും. ഇതെല്ലാം കേതു തരുന്ന ഗുണഫലങ്ങളാണ്. 3-ലെ കേതു അങ്ങനെയുള്ള ഗുണഫലം തരും. പിന്നെ കേതു പരിപൂർണമായിട്ടും ശുഭഗ്രഹവും ആയിട്ടൊന്നും ഒരിക്കലും പെരുമാറുകയില്ല. പക്ഷേ കേതുവിന് എപ്പോഴും ആത്മീയതയുമായിട്ടൊരു ബന്ധമുള്ളതുകൊണ്ട് നമ്മുടെ ആത്മീയമായ ചൈതന്യത്തെ അതൊന്ന് ഉത്തേജിപ്പിക്കും. നല്ല സ്ഥാനങ്ങളിൽ വരുമ്പോൾ, ദോഷസ്ഥാനങ്ങളിൽ വരുമ്പം അതിനെ കുറയ്ക്കും, നമ്മുടെ ആത്മചൈതന്യത്തെ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിനെയൊക്കെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കും, ആരുടെ ജീവിതത്തിലും. ഇപ്പം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനിയും വ്യാഴവും രാഹുകേതുക്കളും കൂടെ അനുകൂലമല്ലാതെ വരുമ്പോഴാണ് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം 9-ൽ നിൽക്കുന്ന രാഹു മാരകമായ ദോഷമൊന്നുമല്ല ചെയ്യുന്നത്. ഭാഗ്യം ഒന്ന് കുറയ്ക്കും, എന്നാൽ ധൈര്യം ഒന്ന് കൂട്ടും. അങ്ങനെ കേതു 3-ൽ വരുമ്പം നമുക്ക് പരാശ്രയത്വം ഇല്ലാതെയാകും, തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ടാകും. അത് പോസിറ്റീവായിട്ട് അങ്ങ് എടുത്താൽ മതി. ഇനി നമുക്ക് പരിഹാര കർമ്മങ്ങളും കൂടെ നോക്കാം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ സർപ്പദൈവങ്ങൾക്കുള്ള വഴിപാടാണ്. രാഹുദോഷം മാറാൻ വേണ്ടിയിട്ട് സർപ്പങ്ങൾക്ക് എണ്ണ, പാല്, കരിക്കിൻ വെള്ളം ഇതിലേതെങ്കിലും കൊണ്ട് അഭിഷേകം നടത്തുക. ഇനി അതൊന്നും നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആയില്യപൂജ കാണും. ആ ആയില്യപൂജയിൽ പങ്കെടുക്കുക. ഒരു 3 ആയില്യപൂജയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഈ മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാർക്ക് കുറേയേറെ ഗുണഫലം ചെയ്യും. 3 ആയില്യപൂജ അടുപ്പിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ സർപ്പദോഷം നന്നായിട്ട് കുറയും. പിന്നെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർ സർപ്പക്ഷേത്രത്തിൽ മഞ്ഞൾപ്പൊടി കൂടെ സമർപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ സന്താനദോഷം പരിഹരിക്കാനാണെങ്കിൽ പുറ്റും മുട്ടയും സർപ്പക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് ഉത്തമമാണ്. നമ്മുടെ മണ്ണാർശാല, വെട്ടിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ അവിടെ പോവുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ പുറ്റും മുട്ടയും എന്നൊരു വഴിപാടുണ്ട്. അത് സന്താനം ഉണ്ടാകാനും അത് ചെയ്യും, സന്താനങ്ങൾക്ക് ഐശ്വര്യം വരാനും ചെയ്യും, സന്താനങ്ങളുടെ ദോഷം മാറാനും നമുക്കത് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ദോഷം എന്നൊക്കെ പറയുമ്പോൾ ജന്മങ്ങൾ കടന്നാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ കുറേ ഭാരവും പേറി വരുന്ന ആരെങ്കിലുമാണ് നമ്മുടെ മക്കളായിട്ട് വരുന്നതെങ്കിൽ ആണ് അവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് പരിഹരിക്കാനായിട്ട് സർപ്പങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വഴിപാട് ചെയ്യാം. പിന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിനും കേതുവിനും അർച്ചന നൽകുക. പിന്നെ എല്ലാ ഗ്രഹങ്ങൾക്കും, ഈ 9 ഗ്രഹങ്ങൾക്കും, സൂര്യാദി നവഗ്രഹങ്ങൾക്ക് ദീപം തെളിക്കുക. നമ്മൾ അതിനെത്ര 2 രൂപയൊക്കെ വരുള്ളൂ, അല്ല 5 രൂപയേ വരുള്ളൂ ഒരു ദീപത്തിന്. അങ്ങനെ ആ 9 ഗ്രഹങ്ങൾക്കും ദീപം തെളിക്കുക. നന്നായിട്ട് ഗ്രഹപ്പിഴ കുറയാനത് സഹായിക്കും. പിന്നെ ശാസ്താവിന് നീരാജനം വഴിപാട് ചെയ്യുക. വിഷ്ണു ഭഗവാന് തുളസിപ്പ് കൊണ്ട് അർച്ചന ചെയ്യുക, തുളസി പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുക. ഇത് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? വ്യാഴത്തിൻ്റെ ദോഷവും മാറും, ശനിയുടെ ദോഷവും നന്നായിട്ട് കുറയും. ഇനി ഞാൻ ഈ ഗ്രഹങ്ങളുടെ ദോഷം മാറും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രഹങ്ങളുടെ മാറ്റം സംഭവിക്കുന്നത്. അപ്പം എത്രയാണെങ്കിലും പ്രകൃതിയിലും മനുഷ്യൻ്റെ ജീവിതത്തിലുമൊക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് ദുരിതങ്ങൾ കുറച്ച് നിർത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് കണ്ണിൽ കൊള്ളാൻ വന്നത് പുരികത്തി കൊണ്ടുപോയി എന്ന് പറയുമല്ലോ, എന്ന് പറയുന്ന പോലെ നമുക്ക് നേരെ വരുന്ന ആപത്തുകളെ ഒന്ന് വഴി മാറ്റി വിടാനായിട്ട് ഈ വഴിപാടുകൾ സഹായിക്കും. അപ്പോൾ എന്താണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, ബുദ്ധിമുട്ടുള്ള ആളുകൾ ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. ഈ ചാനലിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും എല്ലാം ഉണ്ടാകട്ടെ. നിങ്ങളുടെ സന്താനങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ, ഉയർച്ചയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.